ഇപ്പൊ ചായ എന്നുള്ള ബ്രാൻഡ് ചായ എന്ന ബ്രാൻഡ് നമുക്കൊക്കെ കാണാം, ബോർഡുകളിൽ കാണാം. ആ ബ്രാൻഡ് നമ്മുടെ സ്കൂളിൽ ഞാൻ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങൾ പറയാം. ഒരു സാധാരണ കുടുംബത്തിലാണ്, ഉപ്പ മരിച്ചിട്ടുണ്ട്. ഉമ്മ അങ്ങനെ ചെറിയ ചായക്കടിയൊക്കെ ഉണ്ടാക്കി കുട്ടികളുടെ അടുത്തൊരു കട, ഒരു ഹോട്ടലിൽ ആ ചെറിയ കട സ്വാദിഷ്ടമായ ആ ഒരു ഫുഡ് കഴിച്ചിട്ട് അതിന് ആളുകൾ എണ്ണം കൂടി വന്നു. അങ്ങനെ മകനുണ്ട്, മകന് 24 years ആയിട്ട്. അവന് എന്ത് ചെയ്തു, അതിന്റെ ഔട്ട്ലെറ്റ് ചായ എന്ന പേരിൽ കോഴിക്കോട് ആരംഭിച്ചു. ഇന്ന് 13 ഔട്ട്ലെറ്റ്, 2 ഔട്ട്ലെറ്റ് കൂട്ടിപ്പോയി മുനിസിപ്പൽ കോർപ്പറേഷന് ഈ നിയമങ്ങൾ പാലിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് UAE ഇപ്പൊ 5 കോടിക്ക് ചാ ബ്രാൻഡ് വിറ്റ് കഴിഞ്ഞു. ഒരു യുവ സംരംഭകനാണ്. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സ്പീച്ച് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ചൈനയിൽ പോകുമ്പോൾ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എല്ലാവരും പ്രൊഡക്ഷനാണ്. എല്ലാം ചൈന വേൾഡ് നിയന്ത്രിക്കണം. നമുക്ക് എന്ത് വേണമെങ്കിലും ചൈനയിൽ പോയാൽ നമുക്ക് ഉണ്ടാക്കി തരും. അവരുടെ പെരുമാറ്റ രീതിയും പല രീതിയിലാണ്. കാരണം നമ്മൾ സംരംഭം എത്തിയാൽ ലേഡീസാണ് എല്ലാം കൈകാര്യം ചെയ്യുക. അവർ വന്ന് നമ്മൾ സ്വീകരിച്ച് അവരുടെ ഫാക്ടറി എല്ലാം കാണിച്ചു കഴിച്ചു. അവർ നല്ല ട്രീറ്റ് തന്നിട്ട് അവർക്ക് നിൽക്കേണ്ട ആവശ്യം. എന്നിട്ട് അവർ പറയുന്നത് ഇതേപോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അപ്പുറത്തും ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇവരുടെ കൈവശം സെയിം പ്രൊഡക്ഷൻ കമ്പനി ഇവരുടെ കാറിന് കാണിച്ചു തരണം. ആ ഒരു മാർവാടി സിന്ധികളുടെ ഒരു ഐക്യം പോലെ ബിസിനസ്സിൽ അതൊരു പോസിറ്റീവ് മോട്ടിവേഷനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മള് വ്യാപാരി വ്യവസായത്തിൽ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകും. ഒരു വ്യാപാരിയിൽ നിന്ന് മന്ത്ലി ഒരു എമൗണ്ട് വാങ്ങിയിട്ട് തിരിച്ചു തരാവുന്ന രൂപത്തിൽ ഒരു ഇൻഡസ്ട്രി, മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാണ്. അപ്പൊ ഏതായാലും ഇനി ഏറ്റവും ചാൻസ് ഉള്ളത് സംരംഭകർക്ക് മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ കൗണ്ടറിന് ചാൻസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കേരളം നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ വ്യാപാര വ്യവസായ മേഖലയിൽ സമ്പുഷ്ടമാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ഇതിന്റെ സംസാരം നിന്നുപോയത് ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ഇതേപോലെയുള്ള സഭകൾ നടത്തിക്കൊണ്ട് വ്യക്തമായ പ്ലാനുകൾ നടത്തിക്കൊണ്ട് സർക്കാർ എല്ലാ രീതിയിലുള്ള നിയമങ്ങൾ ലഘൂകരിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഉദ്യോഗസ്ഥ വൃത്തത്തിൽ 1ാം തീയതി അല്ലെങ്കിൽ 5ാം തീയതി ഉള്ളിൽ സാലറി കിട്ടുന്നു.